ഫ്യൂച്ചർ ഓഫ് ആദികടലായിയുമായി കണ്ണൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി. ഡിവിഷന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് റിജിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വികസന ടേബിൾ ടോക്കാണ് ആദ്യം നടക്കുക. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്നും റിജിൽ മാക്കുറ്റി അറിയിച്ചു. ആദികടലായിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഫ്യൂച്ചർ ഓഫ് ആദികടലായി എന്ന വികസന ടേബിൾ ടോക്ക് സംഘടിപ്പിക്കുന്നതെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി പറഞ്ഞു. ആദികടലായി സീഷൽ ഹാരിസ് ബീച്ച് ഹോമിൽ വെച്ചാണ് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ടേബിൾ ടോക്ക് നടക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്നും റിജിൽ പറഞ്ഞു. ഫ്യൂച്ചർ ഓഫ് ആദികടലായി ഒരു വികസന ടേബിൾ ടോക്ക് നാളെ നമ്മൾ ആദികടലായി ഡിവിഷൻ നടത്തുകയാണ്. തീർച്ചയായും അടിസ്ഥാനപരമായി ആദികടലായി എന്ന് പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ വികസനമില്ലാത്ത ഒരു പ്രദേശമായി ആദികടലായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ ടൂറിസ്റ്റ് പ്ലേസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഞാൻ അവിടെ മത്സരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതായിരുന്നു. അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാളെ വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾ ഒരു വികസന സെമിനാർ ടേബിൾ ടോക്ക് വെച്ചുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യായ മേയർ, നമ്മുടെ കണ്ണൂർ MLA, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി മേയർ, അങ്ങനെ നമ്മുടെ ഈ മേഖലയിൽ വ്യവസായ, വിദ്യാഭ്യാസ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രമുഖരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ടേബിൾ ടോക്കാണ്. ലോകോത്തര ടൂറിസം സാധ്യതകൾ, തൊഴിലാളി ക്ഷേമം, യുവജന ശാക്തീകരണം, സ്ത്രീ സൗഹൃദ വികസനം, പൊതു വിനോദ കേന്ദ്രങ്ങൾ, കായിക ആരോഗ്യ പദ്ധതികൾ, സൗന്ദര്യവൽക്കരണം, വയോജനക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി ആദികടലായിയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നും റിജിൽ പറഞ്ഞു. കൗൺസിലർ കെയർ പദ്ധതി, കൗൺസിലർ ഭവന പദ്ധതി തുടങ്ങി ബൃഹത് പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. വിവിധ മേഖലകളിലെ അനുഭവസമ്പന്നരായ വ്യക്തികൾ, വ്യവസായ വ്യാപാര പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ ആദ്യമായാണ് ഒരു കൗൺസിലർ നേതൃത്വം നൽകി ഡിവിഷനിൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിവിഷനിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച പ്രകടന പത്രികയിലെ ഓരോ പദ്ധതികളും നടപ്പാക്കുമെന്നും റിജിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.